Hi dear students, welcome to Board Booster series. Now let us discuss about Kingdom Monera. As you know, Kingdom Monera consists of prokaryotes. All prokaryotes comes under Kingdom Monera according to R.H. Whittaker's classification. So what is meant by prokaryotes? As you know, prokaryotes means the organisms which do not have well-defined nucleus and membrane-bound cell organelles. So here all prokaryotes, just like archaebacteria, eubacteria and mycoplasma are included in the Kingdom Monera. So maybe you are not aware about this archaebacteria. പേടിക്കേണ്ട, നമുക്ക് archaebacteria എന്താണെന്നും eubacteria എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നൗ യു ഹാവ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് എല്ലാ യൂണിസെല്ലുലാർ പ്രോകാരിയോട്സുമാണ്. അതായത് കിങ്ഡം മൊണീറയിലെ മെയിൻ മെമ്പർ ആരാണെന്നറിയോ? ദാറ്റ് ഈസ് ബാക്ടീരിയ. So bacteria is the main member of Kingdom Monera and it includes unicellular prokaryotes. Okay ആണല്ലോ. Then നമുക്ക് ബാക്ടീരിയനെ ടോട്ടലി ആസ് ഐ ടോൾഡ് ദാറ്റ് ഇറ്റ് ഇസ് ദ മെയിൻ മെമ്പർ ഓഫ് ദി കിങ്ഡം മൊണീറ. സോ നമ്മൾ ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ആസ് എ മേജർ ക്ലാസിഫിക്കേഷൻ കംസ് അണ്ടർ ലൈക്ക് ദിസ് ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. ഓക്കെ, മേജർ ക്ലാസിഫിക്കേഷൻ ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. എന്താണ് ആർക്കിബാക്ടീരിയ? യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ആർക്കിയോളജി അല്ലേ, പുരാവസ്തു ഗവേഷണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആർക്കിയോളജി വളരെ പണ്ട് കാലത്തെ കാര്യമാണ്. അപ്പോൾ ആർക്കിബാക്ടീരിയ എന്ന് പറയുമ്പോൾ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ബാക്ടീരിയ, അതായത് ഓൾറെഡി ഭൂമിയിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്രയ്ക്കധികം എക്സ്ട്രീം കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ കണ്ടീഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ ആർക്കിബാക്ടീരിയ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Okay, then other group is eubacteria. As you know, the word EU, okay, as the prefix EU means true. So eubacteria means true bacteria. So the exact bacteria comes under this eubacteria, and this eubacteria can be again divided into two on the basis of structure and on the basis of nutrition. There are many classification, but as per our NCERT syllabus നമ്മൾ ഈ ഒരു രണ്ട് ക്ലാസിഫിക്കേഷനെ പറയുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ. എങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ ബേസിസിൽ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ, കോക്കൈ, ദ ബാക്ടീരിയ കോക്കൈ. You might have heard about coccus. So coccus means it possesses spherical shapes. Okay, it possesses spherical shape, rounded shape. You can see here they are usually non-motile. And bacillus, otherwise the plural bacilli bacteria means here the structure has given as a capsule. That means it possesses rod shaped structure. So if the shape is just like this comes under bacillus group. Okay ആണല്ലോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സ്ഫിരിക്കൽ ഷേപ്പ് ആണെങ്കിൽ കോക്കസ് ബാക്ടീരിയ, അതുപോലെ റോഡ് ഷേപ്പ് ആണെങ്കിൽ ബേസിലൈ ബാക്ടീരിയ. ഇനി എന്താണ് സ്പൈറൽ ബാക്ടീരിയ എന്ന് പറയുന്നത്? സ്പൈറൽ ബാക്ടീരിയ, സ്പൈറൽ മീൻസ് ഇറ്റ് പോസസ് സ്പൈറൽ ഷേപ്സ്. സ്പൈറൽ യു നോ ദാറ്റ്, ജസ്റ്റ് ലൈക്ക് സ്പ്രിംഗ് ഷേപ്പ്. ആൻഡ് ഹിയർ യു ക്യാൻ ജസ്റ്റ് സീ ഹിയർ സം ലൈൻസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്ലജെല്ല. എന്താണ് ഫ്ലജെല്ല? മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഫ്ലജെല്ല. ഓക്കെ, ഓർഗനലാണ് ഫ്ലജെല്ല. സോ സ്പൈരലത്തിൽ നമുക്ക് ഫ്ലജെല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും. ആൻഡ് യു മൈറ്റ് ഹാവ് ജസ്റ്റ് ലിസൺ ഹിയർ. ദിസ് കോക്കസ് ബാക്ടീരിയ എന്താണ്? നോൺ മോട്ടൈൽ ആണ്. എന്താ നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ദേ ഡു നോട്ട് ഹാവ് എനി മോട്ടൈൽ സ്ട്രക്ചേഴ്സ്. ബട്ട് ബേസിലസ് ബാക്ടീരിയ, സ്പൈരിലം ആൻഡ് വിബ്രിയോ ഹാവ് സം മോട്ടൈൽ സ്ട്രക്ചേഴ്സ്. ദാറ്റ് മീൻസ് അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മീൻസ് ചില മോട്ടൈൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്ലെജലം പോലെയുള്ള ചില സ്ട്രക്ചേഴ്സ് അവർക്ക് ഉണ്ട്. ഇനി പറയുന്നത് അടുത്തത് വിബ്രിയോ ആണ്. വിബ്രിയോ, വാട്ട് ഈസ് ദ മീനിങ്? വിബ്രിയോ, ദ ഷേപ്പ് ഈസ് കോമ ലൈക്ക്. അപ്പോൾ നമ്മൾ എത്ര ഗ്രൂപ്പാണ് പറഞ്ഞത്? 4 ഗ്രൂപ്പ്. സ്ഫിരിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത് കോക്കസ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ആണെങ്കിൽ അത് ബേസിലസ് ബാക്ടീരിയ, സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ അത് സ്പൈരിലം ആൻഡ് കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ. ഓക്കെ അല്ലേ? അപ്പോൾ ഷേപ്പിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ ബാക്ടീരിയയെ 4 ഡിവിഷനായിട്ട് 4 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കോക്കൈ, ബേസിലൈ, സ്പൈരിലം ആൻഡ് വിബ്രിയോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്രീഷൻ
ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കിങ്ഡം മൊണീറ ഓട്ടോട്രോഫ്സും ഉണ്ട്, ഹെറ്ററോട്രോഫ്സും ഉണ്ട്. എന്താണ് ഓട്ടോട്രോഫ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഓട്ടോട്രോഫിക്. ന്യൂട്രീഷൻ ഈസ് ഓട്ടോട്രോഫിക്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഓട്ടോ? ഓട്ടോ മീൻസ് സെൽഫ്. That means they prepare their own food. So here two types of autotrophic bacteria are there, photosynthetic and purple sulfur bacteria, which comes under chemosynthetic. Okay, this comes under chemosynthetic. What is the meaning of chemosynthetic? As you know, chemosynthetic means they just prepare their food by breaking down some chemicals. Okay, so that we will discuss later because we have to discuss autotrophic and heterotrophic in different way. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറയാം. എന്നാലും നിങ്ങൾ ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്രീഷൻ ഇത്രയ്ക്ക് അറിഞ്ഞു വെക്കുക. ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഓട്ടോട്രോഫിക്കിൽ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്, കീമോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അതുപോലെ കീമോസിന്തറ്റിക് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ. ഇനി ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെറ്ററോട്രോഫിക്. ഹെറ്ററോട്രോഫിക് മീൻസ് ദേ ഡിപ്പെൻഡ്, ദീസ് ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ ദെയർ ഫുഡ്. അത്തരം ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹെറ്ററോട്രോഫിക് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ബാക്ടീരിയ എങ്ങനെയാണ് ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ? ദേ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. സോ ദേ മേ ബി സാപ്രോഫൈറ്റിക്. എന്താണ് സാപ്രോഫൈറ്റിക് എന്ന വാക്ക്? ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. സാപ്രോഫൈറ്റിക് മീൻസ് they derive their food from dead and decayed matter. അതുപോലെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ both are benefited. Next, parasitic means these organisms just live on the host body, maybe on the host body or in the host body. ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലോ പുറമെയോ ജീവിച്ച് അതിൽ നിന്ന് ഫുഡ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഓർഗാനിസമാണ് പാരസൈറ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ സാപ്രോഫൈറ്റിക്കിലും സിംബയോട്ടിക്കിലും പാരസിറ്റിക്കിലും ഒക്കെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ മെയിൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. പിന്നെ ബേസിസ് ഓഫ് സ്ട്രക്ചർ കോക്കസ്, Bacillus, Spirillum and Vibrio. Then on the basis of nutrition, autotrophic and heterotrophic, and in the autotrophic, photosynthetic and chemosynthetic, as well as in the heterotrophic, they may be saprophytic, symbiotic and parasitic. Okay analo. Then let us study one by one. Archaebacteria. I told that these archaebacteria, why they are called archaebacteria? They just live in the most harsh habitats. Very extreme conditions they can live. Such groups of bacteria are called archaebacteria. ഈ ആർക്കിബാക്ടീരിയയിൽ ഹാലോഫൈൽസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ദ ഫസ്റ്റ് ക്ലാസ് ഇൻ ദ ആർക്കിബാക്ടീരിയ ഈസ് ഹാലോഫൈൽസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹാലോഫൈൽസ്? Halophiles means these organisms can live in salty areas. Okay, the bacteria which live in the salty areas are called halophiles. And what is the second one? Thermoacidophiles. So thermo, what is the meaning of thermo? Temperature. Acido, acidity. So even some bacteria can live in high temperature as well as in acidic condition. വളരെ ടെമ്പറേച്ചർ കൂടിയ അസിഡിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നോർമൽ ഓർഗാനിസത്തിന്, ഈവൻ ബാക്ടീരിയയ്ക്ക് പോലും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ചില ബാക്ടീരിയകൾക്ക് മാത്രം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമോ അസിഡോഫൈൽസ്. അവരെ സാധാരണ ഹോട്ട് സ്പ്രിങ്സിലാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇത്രയും എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്? ആർക്കി ബാക്ടീരിയയിൽ പെടുത്തിയിരിക്കുന്നത്. എല്ലാ ബാക്ടീരിയയും ഈ ഗ്രൂപ്പിൽ പെടുന്നത് അല്ല. ഓക്കെ, അടുത്തത് പറയുന്നത് നമ്മൾ മെത്തനോജൻസ് ആണ്. അടുത്ത ഗ്രൂപ്പാണ് മെത്തനോജൻസ്. വാട്ട് ഈസ് മെൻ ബൈ മെത്തനോജൻസ്? The bacteria which produce methane gas. Methane gas പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ഈ മെത്തനോജൻസിനെ എവിടെ നമുക്ക് കാണാൻ പറ്റും? മാർഷി ഏരിയാസ് അല്ലെങ്കിൽ സ്വാമ്പി ഏരിയാസ്, വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് നിലങ്ങളിൽ സാധാരണ കാണുന്ന ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ഈ മെത്തനോജൻസിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്തനോജൻസ് പ്രൊഡ്യൂസ് മീഥേൻ ഗ്യാസ് ആൻഡ് ഇറ്റ് ഓൾസോ ക്യാൻ ജസ്റ്റ് ഫൗണ്ട് ഇൻ ദി റൂമിനേറ്റിംഗ് അനിമൽസ്. ഓക്കെ, ഇൻ ദ ഡങ് ഓഫ് ദി റൂമിനേറ്റിംഗ് അനിമൽസ് വി ക്യാൻ സി. നമുക്കറിയാം പശുവൊക്കെ അയവിറക്കുന്ന മൃഗങ്ങളാണ്. സോ അയവിറക്കുന്ന മൃഗങ്ങളാണ് റൂമിനേറ്റിംഗ് അനിമൽസ്. ബിക്കോസ് അവരുടെ ഒരു ഡൈജസ്റ്റീവ്, അവരുടെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പുല്ല് കഴിച്ച് നേരെ ആ പുല്ല് പോകുന്നത് എവിടേക്ക്? റൂമൻ എന്ന് പറയുന്ന ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിലോട്ടാണ്.
ദെൻ അവിടെ ധാരാളം എന്ത് കാണും? മെത്തനോജൻസ് കാണും. ആ മെത്തനോജൻസ് പുല്ലിലടങ്ങിയിട്ടുള്ള സെല്ലുലോസിനെ പരമാവധി സോഫ്റ്റൻ ആക്കുന്നു, പരമാവധി ഡൈജസ്റ്റ് ആക്കുന്നു. അതിനുശേഷമാണ് അവർ ചൂ ചെയ്ത് ഗട്ട്സിലോട്ട് പോകുന്നത്. സോ ഈ ഗട്ട്സിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, റൂമിനേറ്റിംഗ് അനിമൽസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഗട്ട്സ് ഓഫ് ദി റൂമിനൻറ്റ് അനിമൽസിൽ എന്ത് കാണും? മെത്തനോജൻസ് കാണും. സോ ദാറ്റ് അവരുടെ കൗഡങ്ങിലും എന്ത് കാണും? മെത്തനോജൻസ് കാണും. ഈ കൗഡങ്ങൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബയോഗ്യാസ് പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ആ ബയോഗ്യാസ് പ്രിപ്പറേഷൻ്റെ മെയിൻ ഇനോക്കുലം ഓർ സ്റ്റാർട്ടറായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് കൗഡങ്ങാണ്. കാരണം കൗഡങ്ങിൽ എന്തുണ്ട്? കൗഡങ്ങിലുള്ളത് മെത്തനോജൻസ് ആണ്. ഈ മെത്തനോജൻസ് ആണ് ബയോഗ്യാസ് പ്രിപ്പറേഷന് ഏറ്റവും അധികം സഹായിക്കുന്നത്. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് യു ഹാവ് ടു നോ ദാറ്റ് ഈ ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീഥെയ്ൻ ഗ്യാസ് ആണ്. മീഥെയ്ൻ ഗ്യാസിനെ കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും ഒക്കെ ബയോഗ്യാസിലുണ്ട്. പക്ഷേ മെയിൻ കമ്പോണൻറ്റ് ഈസ് methane gas which is produced by this methanogens. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആർക്കി ബാക്ടീരിയ എന്ന പോർഷൻ ഇവിടെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കി ബാക്ടീരിയയിൽ 3 ക്ലാസ്സസ് ആണുള്ളത്. ഹാലോഫൈൽസ്, the bacteria which can live in extreme salty areas, and the next one is thermoacidophiles which can live in hot springs, that means in extreme temperature and acidic condition. The next one is methanogens which can live in marshy areas or swampy areas and even in the guts of ruminant animals and produce methane gas. Okay അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് യു ബാക്ടീരിയ. ആസ് ഐ ടോൾഡ്, യു മീൻസ് യു മീൻസ് ട്രൂ ബാക്ടീരിയ. സോ ദാറ്റ് ദിസ് ഈസ് ആക്ച്വലി ദ ട്രൂ ബാക്ടീരിയ. The normal bacteria which we used to met in our daily life, that is യു ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയയിൽ സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഈ ഓട്ടോട്രോഫിക് 2 തരത്തിലുണ്ട്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക്. അപ്പോൾ ഓട്ടോട്രോഫിക് ഉണ്ട്. അത് കൂടാതെയുള്ള ഗ്രൂപ്പാണ് എന്ത്? ഹെറ്റിറോട്രോഫിക് ഓർഗാനിസം ഓർ ഹെറ്ററോട്രോഫ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഏതായിരിക്കും? ഹെറ്ററോട്രോഫ്സ്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. മെജോറിറ്റി ഓഫ് ദ ബാക്ടീരിയ ആർ ഹെറ്ററോട്രോഫ്സ്. അപ്പോൾ ഓട്ടോട്രോഫ്സും ഉണ്ട്, ഹെറ്ററോട്രോഫ്സും ഉണ്ട് യു ബാക്ടീരിയയിൽ. പക്ഷേ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏത് ബാക്ടീരിയ ആയിരിക്കും? ഹെറ്ററോട്രോഫ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ നമുക്കിനി ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫ്സിനെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓട്ടോട്രോഫ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഓട്ടോട്രോഫ്സിൽ തന്നെ ആദ്യത്തെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഏതാണ്? സയാനോ ബാക്ടീരിയയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സയാനോ ബാക്ടീരിയ, യു നോ ദാറ്റ് സയാനോ ബാക്ടീരിയ ഈസ് ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ, അതർവൈസ് BGA, ബ്ലൂ ഗ്രീൻ ആൽഗേ. നമുക്കറിയാം എന്തുകൊണ്ട് അതിന് ആ പേര് കിട്ടാൻ കാരണം. അക്കോർഡിംഗ് ടു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ബ്ലൂ ഗ്രീൻ ആൽഗേ എന്നുള്ള ഈ സയാനോ ബാക്ടീരിയ ഏത് കിങ്ഡത്തിലായിരുന്നു? കിങ്ഡം പ്ലാന്റയിലായിരുന്നു. But now as we know that this cyanobacteria is a prokaryotes and they are unicellular, so according to RH Whittaker classification it included in ഏത് ക്ലാസ്സിലാണ്? ഏതിലാണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റ. അപ്പോൾ കിങ്ഡം മൊണീറ. അപ്പോൾ കിങ്ഡം മൊണീറയിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് പേര് എന്ത് വന്നത്? സയാനോ ബാക്ടീരിയ എന്ന് പേര് വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോസ്ട്രോക്സിൻ്റെ സെൽസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരെണ്ണം റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോസ്ട്രോക്കിൻ്റെ ഒരു ഓർഗാനിസം, ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമാണ് ഇത്. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹെറ്റിറോസിസ്റ്റ്. ഓക്കെ, ഹെറ്റിറോസിസ്റ്റ്. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഹെറ്റിറോസിസ്റ്റ്? Heterocyst is the specialized cells which help for the nitrogen fixation. Okay, heterocyst is the specialized structure found for nitrogen fixation. നമ്മളിപ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റുമായിട്ട്, അതായത് ഓരോ സെല്ലിന് ചുറ്റുമായിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനെയാണ് ജെലാറ്റിനസ് ഷീത്ത് എന്ന് വിളിക്കുന്നത്. ജെലാറ്റിനസ് ഷീത്ത് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് mucilaginous sheath. Okay, it is known as mucilaginous sheath. Gelatinous or mucilaginous sheath. അതായത് ഈ ഓരോ നോസ്റ്റോക്കിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കാണുന്നതാണ് എന്ത്? ജെലാറ്റിനസ് ഷീത്ത്.
Why? Because they just occur in the colonial form. Okay, അപ്പോൾ നോസ്റ്റോക്ക് ഒരിക്കലും യൂണിസെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്നില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് യൂണിസെല്ലുലർ, അത് യൂണിസെല്ലുലാർ ആയിട്ട് കാണുന്നില്ല, ഒരു കൊളോണിയൽ ഫോം, അതർവൈസ് ഇറ്റ്സ് എ ഫിലമെൻ്റൽ കൊളോണിയസ് ആയിട്ടാണ് നമുക്ക് നോർമലി ഇത് കാണാറുള്ളത്. ആൻഡ് ഹിയർ ദി മേ ബി ഫ്രഷ് വാട്ടർ, മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. എന്താണ് അതിൻ്റെ അർത്ഥം? ഫ്രഷ് വാട്ടർ ആയിരിക്കാം, മെറൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആയിരിക്കാം. ലാൻഡ് ഫോംസും ഉണ്ട്, അതായത് അവരുടെ ഹാബിറ്റാറ്റ് അവർ ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്, മറൈൻ വാട്ടർ സോൾട്ടി വാട്ടറിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ലാൻഡിലും കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം സയാനോ ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ ഏറ്റവും അധികം സഹായിക്കുന്നതാണ്. അതിന് എക്സാമ്പിൾസ് ഏതാണെന്നറിയോ? നോസ്റ്റോക്കും അനാബീനയും ഒക്കെയാണ്. നമ്മുടെ പാഡി ഫീൽഡിൽ കോമൺ ആയിട്ട് നമ്മൾ സാധാരണ അനാബീനെ യൂസ് ചെയ്യുന്നുണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ. അങ്ങനെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നൈട്രജൻ ഫെർട്ടിലൈസർ പാഡി ഫീൽഡിൽ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ സാധാരണ രീതിയിൽ അനാബീന അസോള എന്ന അക്വാട്ടിക് ഫേൺ, നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഫേൺസ് അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ അസോള എന്ന ഫേണിൽ ഒരു സിംബയോട്ടിക് റിലേഷൻ ആയിട്ടാണ് സാധാരണ അനാബീന കാണാറ്. അവർ പാഡി ഫീൽഡ്സിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നൈട്രജൻ ഫിക്സ് ചെയ്യുകയും സോ ദാറ്റ് നമുക്ക് പിന്നീട് ആ ഒരു പാഡി ഫീൽഡിൽ എക്സ്ട്രാ കെമിക്കൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്യാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദേ ഷോ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഓക്കെ, വട്ട് ഈസ് ദ മീനിങ് ഓഫ് സിംബയോട്ട്സ് അല്ലെങ്കിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് മീൻസ് യെസ് ഐ ടോൾഡ് ദാറ്റ് ബോത്ത് ആർ ബെനിഫിറ്റഡ്. ഇപ്പോൾ ഫേണിൻ്റെ ഉള്ളിൽ, അതായത് അനാബീന ഓൾറെഡി സിംബയോട്ടിക് റിലേഷൻ ആയിട്ടുള്ളത് അസോള എന്ന ഫേണായിട്ടാണ്. അപ്പോൾ അസോള എന്ന ഫേണിന് നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അനാബീനയാണ്. ഒപ്പം തന്നെ അനാബീനയ്ക്ക് ഒരു സ്പേസ്, ഒരു ഷെൽട്ടർ കൊടുക്കുന്നത് ആരാണ്? അസോളയാണ്. ബോത്ത് ആർ ബെനിഫിറ്റഡ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റിലേഷനെ വിളിക്കുന്ന പേരാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ സയാനോ ബാക്ടീരിയ ചിലപ്പോൾ യൂണിസെല്ലുലാർ ഉണ്ടായിരിക്കും, കൊളോണിയൽ ഉണ്ടായിരിക്കും, ഫിലമെൻ്റസ് ഫോം ഉണ്ടായിരിക്കും. അവരുടെ ഹാബിറ്റാറ്റ് മേ ബി ഫ്രഷ് വാട്ടർ, മെറൈൻ ഓർ terrestrial, and as well as if they are just found in the colony, they just already covered with some gelatinous or mucilaginous sheath. Okay, gelatinous or mucilaginous sheath. Next, they often forms blooms in the polluted water bodies. അതായത് പൊള്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ എന്താ സംഭവിക്കുന്നത്? These cyanobacteria means here decomposers will be there. പൊള്യൂട്ടഡ് വാട്ടർ ബോഡീസിലുള്ള ഡീകമ്പോസേഴ്സ് ആ പൊള്യൂട്ടൻസിനെ ഡീകമ്പോസ് ചെയ്ത് ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. ആ ന്യൂട്രിയൻസ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഗ്രോത്തിനെ ഒത്തിരി ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ ഒരു ആൽഗൽ ബ്ലൂം പോലെയുള്ള, ഇവിടെ സയാനോ ബാക്ടീരിയ ആയതുകൊണ്ട് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ബ്ലൂം മീൻസ് ഹിയർ സഡൻ ഇൻക്രീസ് ദെയർ പോപ്പുലേഷൻ. അപ്പോൾ സയാനോ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരിയധികം വ്യാപിക്കുകയാണെങ്കിൽ നമുക്കതിനെ വിളിക്കാം എന്ത്? ബ്ലൂംസ്. അപ്പോൾ പൊള്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ സാധാരണ രീതിയിൽ സയാനോ ബാക്ടീരിയ ബ്ലൂംസ് ആയിട്ട് ഫോം ചെയ്യാറുണ്ട്. ഹിയർ യു ക്യാൻ സീ നമ്മുടെ റെഡ് കളർ ഓഫ് റെഡ് സീ, നമ്മുടെ ചെങ്കടലിൻ്റെ റെഡ് കളറിന് കാരണം ട്രൈക്കോഡെസ്മിയം എറിത്രിയം എന്നുള്ള ഒരു സയാനോ ബാക്ടീരിയയുടെ പ്രസൻസ് ആണ്. ഇത് നമ്മുടെ NCERT ഇല്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ചെങ്കടലിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ട്രൈക്കോഡെസ്മിയം എറിത്രിയം എന്ന് പറഞ്ഞ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയയാണ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് സം ഓഫ് ദീസ് ഓർഗാനിസം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് heterocyst. This I already told, heterocyst. And you can see here, this is the heterocyst. You can just recognize the structure which is differ from other cells. വേറെ സെൽസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കളർലെസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. ഇതാണ് എന്ത്? ഹെറ്ററോസിസ്റ്റ്. ഈ ഹെറ്ററോസിസ്റ്റുകളാണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. എക്സാമ്പിൾ നോസ്റ്റോക്ക് ആൻഡ് അനാബീന. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോസ്റ്റോക്കും അനാബീനയും സയാനോ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ, നമുക്കിനി കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിനെ കുറിച്ച് പറയാം. എന്താണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്? കീമോ മീൻസ് കെമിക്കൽസ്. അപ്പോൾ ഇവിടെ ദേ ഓക്സിഡൈസ് വേരിയസ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് നൈട്രേറ്റ്സ് ആൻഡ് അമോണിയ. അതായത് ഏതെങ്കിലും കെമിക്കൽ കോമ്പൗണ്ടുകളെ, നൈട്രേറ്റ്, അമോണിയ പോലെയുള്ള കോമ്പൗണ്ടുകളെ ഓക്സിഡൈസ് ചെയ്യാന്ന് വെച്ചാൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവുന്നു. ആ എനർജി ഏതിൻ്റെ ഫോമിലാണ്?
റിലീസാവുന്ന ATP. ആ ATP ഉപയോഗിച്ചാണ് അവരുടെ മെറ്റബോളിസം നടക്കുന്നത്. അങ്ങനെയുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദേ റിലീസ് എനർജി ഫോർ ദ ATP പ്രൊഡക്ഷൻ. ആൻഡ് ദ മേജർ തിങ് ഈസ് they plays an important role in recycling of nutrients like nitrogen, phosphorus, iron and sulfur. നമ്മൾ വാട്ടർ സൈക്കിൾ എന്നൊക്കെ കേട്ടിട്ടുള്ള പോലെ തന്നെ ഈ പറഞ്ഞ ന്യൂട്രിയൻസിന് എലമെൻറ്റ്സ് ആയിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസിനും അയണും സൾഫറിനൊക്കെ തന്നെ സൈക്കിൾ ഉണ്ട്. നൈട്രജൻ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട്. സൈക്കിൾ മീൻസ് പ്ലാന്റ്സ്, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജൻ എർത്തിലോട്ട് എത്തുന്നത് നൈട്രജൻ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. അപ്പം നൈട്രജൻ ഫിക്സേഷൻ മേ ബി ടേക്സ് പ്ലേസ് ബൈ ലൈറ്റനിങ് ഓർ ബൈ ദീസ് ടൈപ്സ് ഓഫ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ്. അതിനുശേഷം ഇത് കെമിക്കൽ കോമ്പൗണ്ടുകളായിട്ടുള്ള അമോണിയ, നൈട്രേറ്റ്, നൈട്രൈറ്റ്സ് പോലെയുള്ള കോമ്പൗണ്ടുകളാകുന്നു. അത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു, പ്ലാന്റ്സ് അത് യൂട്ടിലൈസ് ചെയ്യുന്നു, അത് അവരുടെ ഒരു ഫുഡ് പ്രൊഡക്ട്സിൽ അത് ഉപയോഗിക്കുന്നു, അത് അനിമൽസ് ഫീഡ് ചെയ്യുന്നു. ദെൻ ഈ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡീകമ്പോസിഷൻ വഴി അത് തിരിച്ച് സോയിലിലെത്തുന്നു. അങ്ങനെ പിന്നെ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ എന്നുള്ള ഒരു ഗ്രൂപ്പ് ബാക്ടീരിയ വഴി ഈ കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും നൈട്രജൻ ഗ്യാസസ് ആയിട്ട് അതിന് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു വിടുന്നു. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്ത് നടക്കുന്നുണ്ട്? നൈട്രജൻ സൈക്കിൾ നടക്കുന്നുണ്ട്. അതുപോലെയുള്ള ഓരോ എലമെൻറ്റും ജസ്റ്റ് ലൈക്ക് ഫോസ്ഫറസ്, അയൺ, സൾഫർ ഒക്കെ ഇതുപോലെ സൈക്കിൾ നടക്കണമെങ്കിൽ ആരുടെ സഹായം ആവശ്യമാണ്? ദേ നീഡ് ദ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഓട്ടോട്രോഫ്സ് ആയിട്ടുള്ള ബാക്ടീരിയകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു, ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക്കിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് സയാനോ ബാക്ടീരിയ ആണെങ്കിൽ കീമോസിന്തറ്റിക് ബാക്ടീരിയയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് സൾഫർ ബാക്ടീരിയ എടുക്കാം. ഗ്രീൻ സൾഫർ ബാക്ടീരിയ. ഓക്കെ, സൾഫർ ബാക്ടീരിയ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് സൾഫർ ബാക്ടീരിയ ആണ്. And you can also add green sulfur bacteria. Okay, so green sulfur bacteria or purple sulfur bacteria all comes under this chemosynthetic bacteria. ഇനി നമ്മൾ നോക്കുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. അപ്പോൾ എന്താണ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ് ഏറ്റവും അബൻഡൻ്റ് ആയിട്ട് നേച്ചറിൽ കാണുന്നത്. ആസ് വി നോ ദാറ്റ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് തന്നെ ഒരു കോസ്മോപൊളിറ്റൻ ആണ്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ. അത് വാട്ടർ ആയിക്കൊള്ളട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലോ പുറത്തോ നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഇതിനെ കാണാം, ബാക്ടീരിയയെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയയിൽ തന്നെ ആർക്കി ബാക്ടീരിയയേക്കാൾ കൂടുതൽ, ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രം കാണപ്പെടുന്നതാണ്. പക്ഷേ ഓൾറെഡി നോർമലി കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് നമ്മൾ യു ബാക്ടീരിയ എന്ന് വിളിച്ചത്. ആ യു ബാക്ടീരിയയിൽ തന്നെ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏതാണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. അപ്പോൾ ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയിൽ ഏറ്റവും കൂടുതലുള്ളത് സാപ്രോഫൈറ്റ്സ് ആണ്. എന്താണ് സാപ്രോഫൈറ്റ്സ്? ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിൽ നിന്ന്, ഒരു വസ്തു ചീഞ്ഞ വസ്തുക്കളിൽ നിന്ന് അതിൻ്റെ ന്യൂട്രിയൻസ് എടുക്കുന്നവരാണ് സാപ്രോഫൈറ്റ്സ്. They are also called decomposers because they break down the organic materials. അതുകൊണ്ട് decomposers or saprophytes എന്നാണ് നോർമലി നമ്മൾ ഈ ഹെറ്ററോട്രോഫ്സിൻ്റെ ഗ്രൂപ്പിൽ വരാറ്. അത് കൂടാതെ ആരെയും കൂടെ കാണാം, പാരസൈറ്റ്സും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ പറയുന്നത് ഇത്തരം ഹെറ്ററോട്രോഫ്സുകൾ നമുക്ക് കുറേയധികം യൂസസ് ചെയ്യുന്നുണ്ട്. ചില യൂസസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് ഗിവൺ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക്. മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. നമുക്കറിയാം ലാക്ടോബേസിലസ് എന്ന ബാക്ടീരിയയാണ് പാലിൽ നിന്ന് തൈരുണ്ടാക്കുന്നതിന് സഹായിക്കുന്നത്, ലാക്ടോബേസിലസ്. സോ ലാക്ടോബേസിലസ് കംസ് അണ്ടർ ദി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ കുറേ അധികം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനും ബാക്ടീരിയയുടെ സഹായം വേണം. അതുപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. എന്താണ് ലെഗ്യൂം? ലെഗ്യുമിനസ് പ്ലാന്റ്സ് മീൻസ് യെസ്, പയറ് വർഗ്ഗത്തിൽപ്പെട്ട ചെടികളെയാണ് നമ്മൾ ലെഗ്യുമിനസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ നൊഡ്യൂൾസിൻ്റെ റൂട്ട് നൊഡ്യൂൾസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചില ബാക്ടീരിയകളാണ് റൈസോബിയം പോലെയുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് മൂലം ഫിക്സ് ചെയ്ത് എന്ത് കോമ്പൗണ്ടുകളാക്കി മാറ്റുന്നു? നൈട്രജൻ കോമ്പൗണ്ടുകളാക്കി മാറ്റുന്നു. നൈട്രൈറ്റ് പോലെയുള്ള കോമ്പൗണ്ടുകളാക്കി മാറ്റുകയും അത് പ്ലാന്റ്സിന് ഈസിലി അബ്സോർബിൾ ആക്കിയിട്ടുള്ള ഫോമിലോട്ട് മാറ്റുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു അബ്സോർബ് ബൈ ദി പ്ലാന്റ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ യൂസസിൽ വരുന്നതാണ്. മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്.
and it has a significant impact on human affairs. So these are the uses. And as you know that ഈ ബാക്ടീരിയ നമുക്ക് കുറച്ച് എന്താ പറയുക ഹാംഫുൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുന്നത്. എന്താ പാത്തജൻസ്? ഡിസീസ് കോസിങ് ഓർഗാനിസം അല്ലേ? പാത്തജൻസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ് ഓർഗാനിസം ആണ്. അപ്പോൾ ചില ഹെട്രോട്രോഫിക് ബാക്ടീരിയാസ് ആർ പാത്തജൻസ് ബിക്കോസ് ഇറ്റ് കോസസ് മെനി ഡിസീസസ്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ബീയിങ്സിന് മാത്രമല്ല, ക്രോപ്സിന്, ഫാം അനിമൽസിന്, പെറ്റ്സിനൊക്കെ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില ബാക്ടീരിയകളും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ദേ ആർ ദ കോസറ്റീവ് ഏജൻറ്റ് ഓഫ് മെനി ഡിസീസസ് സച്ച് ആസ് cholera, typhoid, tetanus. You heard about it. All these cholera, typhoid, tetanus, this for human beings. And citrus canker is mentioned for plants. സിട്രസിന് വരുന്ന ഒരു അസുഖമാണ് സിട്രസ് ക്യാങ്കർ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് വരുന്ന അസുഖമാണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് ക്യാങ്കർ ഈസ് ഫോർ ദി പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിളും കൂടി അസുഖങ്ങൾ വരുത്തുന്ന അസുഖങ്ങളുടെ ബാക്ടീരിയ കോസറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള അസുഖങ്ങളുടെ പേര് കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ പറയുന്നതിൻ്റെ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. റീപ്രൊഡക്ഷൻ മെത്തേഡ് മെയിനായിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കൂടുതൽ നടക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രോസസ്സാണ് ഫിഷൻ. എന്താണ് ഫിഷൻ? ഒരു ബാക്ടീരിയ രണ്ടായിട്ട് വിഭജിക്കുന്നു. സോ ആക്ച്വലി ദാറ്റ് ഫിഷൻ ഈസ് ബൈനറി ഫിഷൻ. ഫിഷൻ ഈസ് നോർമലി ബൈനറി. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബൈനറി? Here the body just divides into two. Binary fission occurs. So one bacteria just divide into two and it just forms two bacteria. Two new individuals forms. This process is called fission. Fission occurs always during favorable conditions. എന്നാൽ unfavorable condition ആകുമ്പോൾ അവർ ഫോം ചെയ്യുന്നതാണ് സ്പോർസ്. ദേ ആർ എൻഡോസ്പോർസ്. അതായത് ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ തന്നെ അവർ കുറേയധികം സ്പോർസുകൾ ഫോം ചെയ്യുന്നു. ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ അവർക്ക് ഈ പറഞ്ഞ ബൈനറി ഫിഷൻ ഒന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്പോറുകൾ ഫോം ചെയ്യുകയും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അവരത് ഡിസ്പേഴ്സ് ചെയ്ത് സ്പോർസ് എയർ കറൻസി കൂടെ ഡിസ്പേഴ്സ് ചെയ്യുകയും എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ കിട്ടുന്നത് അത് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ട് സർവൈവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സ്പോർസ് എപ്പോഴും ഫോം ചെയ്യുന്നത് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, ബട്ട് ബൈനറി ഫിഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻസ്. ആൻഡ് ഹിയർ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയയിൽ നടക്കുക എന്ന് പറയുമ്പോൾ ആസ് ഇറ്റ് ഇസ് എ വെരി ലോവർ ഓർഗാനിസം ഒരു എക്സാക്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല നടക്കുന്നത്. കാരണം ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഹിയർ ടു ബാക്ടീരിയ ആർ ഇൻവോൾവ് and at the same time it is a primitive type of sexual reproduction only. Here DNA transfer occurs. Just like if I will just show you simply, അതായത് നമ്മളിത് കൃത്യമായിട്ട് അല്ലെങ്കിലും നിങ്ങളൊന്ന് പെട്ടെന്ന് പറയുന്ന രീതിയിൽ ഇത് രണ്ട് ബാക്ടീരിയ ആണെന്ന് കരുതുക. സോ ഹിയർ രണ്ട് ബാക്ടീരിയ തമ്മിൽ അടുത്തടുത്ത് വരുമ്പോൾ അവർ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ കോൺജുഗേഷൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. കോൺജുഗേഷൻ ട്യൂബ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ രണ്ട് ബാക്ടീരിയയിലും കോൺജുഗേഷൻ ട്യൂബ് ഉണ്ട്. ഈ ബാക്ടീരിയയുടെ DNA പ്രിമിറ്റീവ് ജനറ്റിക് മെറ്റീരിയലാണ് ഈ DNA എന്ന് കരുതുക. ആൻഡ് ഹിയർ ആൻഡ് ഫോർ ദിസ് here this is the DNA. So now this DNA is transferred to this bacteria. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? DNA transfer occurs from one bacteria to another bacterium. So now we can call it as it's a type of sexual reproduction. കാരണം രണ്ട് പേരുണ്ട്, രണ്ട് പാരൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്ഡ് ആണ്. ഒപ്പം തന്നെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ട്രാൻസ്ഫർ ചെയ്യുക കൂടി ചെയ്തു. അതുകൊണ്ട് നമുക്കിതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. സോ ഹിയർ binary fission occurs and spore formation and sexual reproduction. These are the methods of the reproduction. And here the last group of the kingdom Monera, that is mycoplasmas. I told that major group bacteria ആണെങ്കിലും അതിലൊരു ചെറിയ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ആക്ച്വലി മൈക്കോപ്ലാസ്മ ആർ the smallest living organism. Okay, mycoplasma are the smallest living organisms which lack cell wall. അവർക്ക് സെൽ വോൾ ഇല്ല. ഒപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ it can just live without oxygen.
അപ്പോൾ മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ആൻഡ് ദേ ക്യാൻ ലിവ് വിതൗട്ട് ഓക്സിജൻ ആസ് വെൽ ആസ് ദേ ലാക്ക് സെൽ വാൾ. ആൻഡ് ഹിയർ ദീസ് മൈക്കോപ്ലാസ്മ ആർ pathogenic in plants and animals. What is the meaning of it? Pathogenic means disease causing organism. അപ്പോൾ മൈക്കോപ്ലാസ്മയെ കുറിച്ച് നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. മൈക്കോപ്ലാസ്മയാണ് സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ആൻഡ് ഇറ്റ് ക്യാൻ ജസ്റ്റ് ലിവ് വിതൗട്ട് ഓക്സിജൻ ആൻഡ് ഇറ്റ് ലാക്ക് സെൽ വാൾ ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ പാത്തജനിക്. സോ ദിസ് ഈസ് അബൌട്ട് ദി കിങ്ഡം മൊണീറ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിങ്ഡം മൊണീറയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. കിങ്ഡം മൊണീറയിൽ നമ്മൾ മെയിനായിട്ട് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് ദ ലാസ്റ്റ് സ്മോൾ ഗ്രൂപ്പ് മൈക്കോപ്ലാസ്മ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കിങ്ഡം പ്രൊട്ടിസ്റ്റയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.